നമസ്കാരം. ഇന്ന് 2013 ആണ്ട് നവംബർ 15-ാം തീയതി വെള്ളിയാഴ്ച രേവതി നക്ഷത്രം 7 നാഴിക 3 വിനാഴിക വരെയുണ്ട്. 9 മണി 13 മിനിറ്റ് വരെ പകൽ. അതിനുശേഷം അശ്വതി നക്ഷത്രമാണ്. ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ ഇന്നത്തെ ദിവസം വളരെ അഭികാമ്യമാണ്. പകൽ 6 മണി 28 മിനിറ്റ് മുതൽ 8 മണി 40 മിനിറ്റ് വരെയുള്ള വൃശ്ചികം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വസ്തുവാഹന ക്രയ വിക്രയങ്ങൾക്കും ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ഭൂമി ക്രയ വിക്രയങ്ങൾക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. പകൽ 8 മണി 40 മിനിറ്റ് മുതൽ 10 മണി 48 മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും വസ്തുവാഹന ക്രയ വിക്രയങ്ങൾക്കും വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ഗൃഹ ആരംഭ പ്രവേശങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. 10 മണി 48 മിനിറ്റ് മുതൽ 12 മണി 44 മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും അഭികാമ്യമാണ്. പകൽ 12 മണി 44 മിനിറ്റ് മുതൽ 2 മണി 28 മിനിറ്റ് വരെയുള്ള കുംഭം രാശി സമയത്ത് വസ്തുവാഹന ക്രയ വിക്രയങ്ങൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. നാളെ നവംബർ 16-ാം തീയതി തിങ്കളാഴ്ച അശ്വതി നക്ഷത്രം 9 നാഴിക 55 വിനാഴിക വരെയുണ്ട്. 10 മണി 14 മിനിറ്റ് വരെ. പ്രായണ ശുഭകർമ്മങ്ങൾക്ക് ഈ സമയം വരെ നല്ലതാണെങ്കിലും ചതുർദശി തിഥി ആയതുകൊണ്ട് നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും വരുതാത്തതാണ്. ഇന്നത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും നാളത്തെ ദിവസം വടക്കു പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. നമസ്കാരം.